ഇതാണ് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത് ആർക്കും ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ലീഗിന്റെ ഒക്കെ പ്രവർത്തകർ അവർ കുറച്ച് വീട് കൊടുത്തല്ലോ, അവർ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിരിച്ച പണം എവിടെ, പിരിച്ച ആപ്പ് എവിടെ, ഒന്നുമില്ല. ആപ്പ് കാണുവാനില്ല. ഇപ്പം ലോകത്താദ്യമായിട്ട് ഇങ്ങനെ ആപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയിരിക്കും. വേറെ ആരും അങ്ങനെ പറയില്ല. ആപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാതായി പോകുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ആപ്പ് കാണുവാനില്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടി അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് മാത്രമേ ഉണ്ടാവൂ. സതീശനാൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നുണകൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊരു പെരുന്നുണയായിപ്പോയി. നുണ പറഞ്ഞ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങളെ കയ്യിലുണ്ട് എന്നാണ് അവർ കരുതുന്നത്. DYFI വയനാടിന് വേണ്ടി പണം പിരിച്ച് മുക്കിയെന്ന്. എത്ര കരുതലോട് കൂടിയ DYFI കേരളത്തിൽ പണം പിരിച്ചത്? എത്ര സഖാക്കളാണ് അവരുടെ കല്യാണത്തിനും പിറന്നാളിനൊക്കെ മാറ്റിവെച്ച പണം സ്വരൂപിച്ച് ഈ 214 വെർച്വൽ അക്കൗണ്ടിലൂടെ ഞങ്ങൾ പണം ശേഖരിച്ചത്? കല്ല് ചുമന്നില്ലേ DYFI? ചക്ക പറിച്ച് വിറ്റില്ലേ? തേങ്ങ പറിച്ച് വിറ്റില്ലേ? ആക്രി പെറുക്കിയില്ലേ? ഞങ്ങൾ അന്നൊക്കെ ആക്ഷേപിച്ചവരായി ഇവർ, ആക്രി പെറുക്കികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പലയിടങ്ങളിലും പ്രാദേശികമായി ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ഒക്കെ വാർത്തകൾ വന്നു DYFI പണം സമാഹരിക്കുന്നതിനെ സംബന്ധിച്ച്. ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ വയനാട്ടിൽ ഈ പുനർനിർമ്മാണ പദ്ധതിക്ക് DYFI ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാരണം ഡയറക്റ്റ് ഒന്നും പറയാനുള്ള ഒരു ശേഷി കേരളത്തിലെ പ്രതിപക്ഷത്തിനില്ല. ഒരു അന്തരീക്ഷം മോശമാക്കി അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. നുണകൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതും. നമസ്കാരം. വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 178 വീടുകളാണ്, അല്ലെങ്കിൽ 178 ലോകോത്തര നിലവാരമുള്ള വീടുകളാണ് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. DYFI എന്ന യുവജന സംഘടന 100 വീടുകൾക്കുള്ള പണമാണ് സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. എന്നോടൊപ്പം ഉള്ളത് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും ഒപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫുമാണ്. ആദ്യം ശ്രീ VK സനോജ്, നമുക്ക് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെ സൗണ്ട് ബൈറ്റ് കാണാം. DYFI 20 കോടിയുടെ ബാങ്ക് അക്കൗണ്ട് ഞങ്ങൾ പറയുകയാണ് 20 കോടിയല്ല കിട്ടിയത്, അവർക്ക് 30 കോടി കിട്ടി, 10 കോടി അവർ കൂട്ടടിച്ചു. ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടാൻ അവർ തയ്യാറാവും. ഇതിനകത്തുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 100 വീടിനുള്ള പണം CMDRFിലേക്ക് കൈമാറി എന്നാണ് പൊതുധാരണ. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് CMDRFിൽ നിങ്ങളുടെ പണമില്ല എന്നതാണ്. ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സനോജിൻ്റെയും വസീഫിൻ്റെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട് എങ്കിൽ പോലും എങ്ങനെയാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായത്? ഗവൺമെൻറ് ഞങ്ങൾ പണം കൈമാറുന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങ് സംഘടിപ്പിച്ചത് 2025 മാർച്ച് 24 തിരുവനന്തപുരത്ത് വെച്ച്. അതിനകത്ത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങാണ്. അതിനകത്ത് CMDRF എന്നാണ് നമ്മൾ പ്രതീകാത്മകമായി കൊടുത്ത ചെക്കിനകത്ത് രേഖപ്പെടുത്തിയത്. അപ്പോൾ CMDRF എന്ന് പറഞ്ഞ് ചെക്ക് കൊടുത്തിട്ട് നിങ്ങൾ CMDRFിൽ പണം കൊടുത്തിട്ടില്ലല്ലോ എന്നാണല്ലോ ചോദ്യം. പക്ഷേ ഞങ്ങളോട് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്, നിങ്ങൾ CMDRFിൽ പണം കൊടുക്കുന്നതിന് പകരം വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഓഫീസർ നിങ്ങൾക്ക് അറിയിപ്പ് നൽകും. ആ അറിയിപ്പ് പ്രകാരം അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പണം കൊടുത്തു. ആ പണം കൊടുത്തതിൻ്റെ റെസീറ്റാണ് 20 കോടി കൊടുത്തതിൻ്റെ റെസീറ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ നികേഷ് ഏട്ടാ, ഞങ്ങളുടെ കാനറ എൻ്റെ കയ്യിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്. ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്നവർ ഇവരുടെ സോഷ്യൽ മീഡിയ കോൺഗ്രസിൻ്റെ അതുപോലെ തന്നെ വലതുപക്ഷത്തിൻ്റെ ഒരു കനകലു ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ വലിയ രീതിയിൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത് എവിടെയാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ഇതാണ് ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ആർക്കും ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ 5 കോടി രൂപ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് അങ്ങനെ പറയുമ്പോൾ അതെ, എവിടെയാണ് ആ കൺഫ്യൂഷൻ? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ബോധപൂർവ്വം ഉണ്ടാക്കുകയാണ്. എന്നാലും അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് CMDRFിലേക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. സത്യമാണ്, ഞങ്ങൾ CMDRFിലേക്കല്ല കൊടുത്തത്. ഞങ്ങളുടെ അന്നത്തെ പത്രസമ്മേളനത്തിൽ നടത്തിയ, അത് ദുരന്തമുണ്ടായി 31 തീയതി 2024 ജൂലൈ മാസം 31 ഞങ്ങൾ നടത്തിയ പ്രസ് മീറ്റുണ്ട്. അത് വളരെ ക്ലിയറാണ്. ഞങ്ങളതിൽ പറയുന്നുണ്ട്, സർക്കാരുമായി ചേർന്നാണ്, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ സർക്കാരിൻ്റെ നിർദ്ദേശമാണ് ഈ കാണുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വയനാട് ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ഇവരുടെ പേരിൽ എടുത്ത അക്കൗണ്ട്, അങ്കമാലിയിൽ നിന്ന് എടുത്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് നമ്പറാണിത്. അപ്പോൾ സർക്കാർ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനുവേണ്ടി പ്രത്യേകം ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫീസർ നിയോഗിച്ചിട്ടുണ്ട്. അവർ നിങ്ങളുമായി ബന്ധപ്പെടും.
അവർ രേഖാമൂലം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ MOU, അതെ അതെ MOU എല്ലാം ഒപ്പിട്ട് അതെല്ലാം രേഖകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പേജാണ് ഈ കാണുന്നതാണ് MOUയുടെ ഒന്നാമത്തെ പേജ്. അതെ, ഈ MOU ത്രികക്ഷിയാണ്. ഒന്ന് ഡിവൈഎഫ്ഐ, 2 സുഹാസ്, 3 ഊരാളുങ്കൽ സൊസൈറ്റി. അതെ, ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങൾ 20 കോടി കൊടുത്തു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ ടൗൺഷിപ്പിൻ്റെ ഈ കൈമാറുന്ന ദിവസം 178 വീട് ഗവൺമെൻറ് കൈമാറുന്ന ദിവസം ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ് പോയത്. തീർച്ചയായിട്ടും അങ്ങനൊരു ഗിഫ്റ്റ് അതിനെന്തായാലും 178 വീടുകളിലേക്ക് LED TV, ഗൂഗിൾ TV കൊടുക്കുമ്പോൾ ലക്ഷങ്ങൾ വേണ്ടി വരുമല്ലോ. അങ്ങനെ അതുകൂടി കൊടുക്കുന്ന ഒരു DYFIയെ ജനം ഏറ്റെടുത്തു. നന്നായി ഞങ്ങളെയൊക്കെ പലരും വിളിച്ചു. ഇത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിൻ്റെയും ലീഗിനെയൊക്കെ അനുഭാവികളൊക്കെ ഞങ്ങളെയൊക്കെ വിളിച്ച് അഭിനന്ദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ പ്രത്യേകിച്ച് ഈ ലീഗിൻ്റെയൊക്കെ പ്രവർത്തകർ അവർ കുറച്ച് വീട് കൊടുത്തല്ലോ, അവർ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കോൺഗ്രസിനെയും കൊണ്ട് ഇങ്ങനെയും വാഗ്ദാനം ചെയ്തിട്ട് വാഗ്ദാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോവുക, പിരിച്ച പണം എവിടെ, പിരിച്ച ആപ്പ് എവിടെ, ഒന്നുമില്ല. ആ സാഹചര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് യൂത്ത് കോൺഗ്രസ് തന്നെ പറയുന്നുണ്ട് ആ വീട് എപ്പോൾ വെച്ച് കൊടുക്കുമെന്ന്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സന്ദർഭത്തിൽ തന്നെ പറഞ്ഞതാണ്. വയനാട് വീട് പ്രഖ്യാപിച്ചത് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളും ഞങ്ങൾ കൂട്ടായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നടപ്പാക്കേണ്ടതാണ്. അത് ഞങ്ങൾ പ്രഖ്യാപിച്ച ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റാണ്. അത് ഞങ്ങൾ പൂർത്തീകരിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയുണ്ടായിരുന്നു. സർക്കാരിന്റെ വീട് വരുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. അതിന് മുമ്പും വരും. 770 കോടി രൂപ കയ്യിലിരിക്കുന്ന സർക്കാർ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു മാതൃകാ വീട് വെച്ച് മാതൃകാ വീട് നിർമ്മിച്ചത്. എല്ലാ അധികാരമുള്ള സ്റ്റേറ്റാണ്. സ്ഥലം ഏറ്റെടുക്കാൻ, സ്ഥലത്തിന്റെ സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കാൻ, ഇനി പണം കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തയ്യാറായി നിൽക്കുന്നു. വിദേശത്തുൾപ്പെടെ ആളുകൾ തയ്യാറാകുന്നു. കർണാടക സർക്കാർ ഉൾപ്പെടെ സഹായധനമായി കടന്നു വരാൻ തയ്യാറാകുന്നു. അങ്ങനെ എത്രയോ ആളുകൾ സഹായധനമൊക്കെ പ്രഖ്യാപിച്ചിട്ടും 770 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടും ആ പണം ഉപയോഗിച്ച് നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ഉപകാരം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സാങ്കേതികമായൊരു തടസ്സം കൊണ്ട് നിൽക്കുന്നതാണ്. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ സാങ്കേതിക പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ KPCCയുടെ ഏറ്റെടുക്കുന്ന സ്ഥലത്ത് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭവനങ്ങളും ഉയരും. അത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റാണ്. ഞങ്ങൾ പൂർത്തീകരിക്കും. അപ്പോൾ വരുന്ന ചോദ്യത്തിന് രക്ഷപ്പെടാൻ മറുപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ജെ ജനീഷ് പറയുന്നത് കേൾക്കുന്നത്. ഇപ്പോൾ അദ്ദേഹവും നിങ്ങളെപ്പോലെ തന്നെ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വൈകി എത്തുമ്പം എന്താ വൈകിയെന്ന് ചോദിക്കുമ്പം അപ്പോൾ നാവിൽ വരുന്നൊരു ഉത്തരവുണ്ടല്ലോ, പശു കുത്താൻ വന്നു എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടു കൂടിയാണ് അതിനെ യൂത്ത് കോൺഗ്രസ് കാണുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എത്ര എന്നവർ പറയുന്നില്ല, കോൺഗ്രസ് പിരിച്ച പണം എത്ര എന്ന് പറയുന്നില്ല. അപ്പോൾ ബാക്കി സ്ഥലമെടുക്കൽ, അതിൻ്റെ മുകളിൽ തറക്കല്ലിടൽ, ആ തറക്കല്ലിൻ്റെ മുകളിൽ രണ്ടാമത്തെ കല്ല് വരുമോ എന്നുള്ള പ്രശ്നം, പിന്നീട് അതൊരു വീടായി മാറുമോ എന്നുള്ള പ്രശ്നം, ഗുണഭോക്താക്കളെ കണ്ടെത്തിയോ എന്നുള്ള പ്രശ്നം, ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. നിങ്ങൾ എത്ര പണം പിരിച്ചു എന്നുള്ള KPC പ്രസിഡൻറ്റും എൻ്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണം വന്നതെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞാണ്. KPC പ്രസിഡന്റ് ഇപ്പം ഇല്ല, K സുധാകരൻ ഇപ്പോൾ ആ പദവിയിലില്ല. അപ്പോൾ ഏക ഉത്തരവാദിത്തം ആർക്കായി? പ്രതിപക്ഷ നേതാവിനായി. അദ്ദേഹത്തിനോട് ആ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല എന്നുള്ള പ്രശ്നം വരെ ഇവിടെയുണ്ട്. ആപ്പ് കാണുവാനില്ല. ഇപ്പം ലോകത്താദ്യമായിട്ട് ഇങ്ങനെ ആപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആയിരിക്കും. വേറെ ആരും അങ്ങനെ പറയില്ല. ആപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണാതായി പോകുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ആപ്പ് കാണുവാനില്ല എന്ന് പറയാനുള്ള തൊലിക്കട്ടി അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് മാത്രമേ ഉണ്ടാവൂ. പിന്നെ സതീശനാൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് നുണകൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഇതൊരു പെരുന്നുണയായിപ്പോയി. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സാമ്പത്തിക ആരോപണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ സംസ്ഥാന സർക്കാരിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിയമസഭയിൽ ഒരു അഴിമതി ആരോപണം കൊണ്ടുവന്നിട്ടില്ല. അവർ കൊടുത്തിട്ടുള്ള PIL മുഴുവൻ കോടതിയിൽ തള്ളിപ്പോയി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവസാന മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സമരം പോലും അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സാമ്പത്തിക ആരോപണത്തിനും മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം. നുണ പറഞ്ഞ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗം ഞങ്ങളെ കയ്യിലുണ്ട് എന്നാണ് അവർ കരുതുന്നത്. ഞങ്ങളൊക്കെ മാധ്യമങ്ങളുടെ ഒരു സഹായവും അളവറ്റ സഹായം, ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. ഇങ്ങനെ VD സതീശന്റെ ഈ സോഷ്യൽ മീഡിയ തെമ്മാടിക്കൂട്ടം, കനകലുവിൻ്റെയും VD സതീശന്റെയും ഒക്കെ തെമ്മാടിക്കൂട്ടം തന്നെ പറയണം. ഞങ്ങളെയൊക്കെ എതിരെ ഇട്ട പോസ്റ്റുകൾ എന്തൊക്കെയാ? DYFI വയനാടിന് വേണ്ടി പണം പിരിച്ച് മുക്കിയെന്ന്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണോ അത്? അങ്ങനെ സഹിക്കാൻ പറ്റുമോ? എത്ര കരുതലോട് കൂടിയ DYFI കേരളത്തിൽ പണം പിരിച്ചത്? എത്ര സഖാക്കളാണ് അവരുടെ കല്യാണത്തിനും പിറന്നാളിനൊക്കെ മാറ്റിവെച്ച പണം സ്വരൂപിച്ച് ഈ 214 വെർച്വൽ അക്കൗണ്ടിലൂടെ ഞങ്ങൾ പണം ശേഖരിച്ചത്? കല്ല് ചുമന്നില്ലേ DYFI?
ചക്ക പറിച്ച് വിറ്റില്ലേ, തേങ്ങ പറിച്ച് വിറ്റില്ലേ, ആക്രി പെറുക്കിയില്ലേ, ഞങ്ങൾ അന്നൊക്കെ ആക്ഷേപിച്ചവരായി ഇവർ ആക്രി പെറുക്കികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പലയിടങ്ങളിലും പ്രാദേശികമായി ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ ഒക്കെ വാർത്തകൾ വന്നു. DYFI പണം സമാഹരിക്കുന്നതിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വന്നു, ചിലരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒരു ജനം എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാർത്ത ഈ യുവജന സംഘടനയ്ക്ക് കിട്ടിയോ എന്നല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. സനോജ്, ഒറ്റ ചോദ്യം കൂടി. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വതന്ത്രമായി, എന്തിനായിരുന്നു സർക്കാരിൻ്റെ സഹായം? നിങ്ങൾക്ക് സ്വതന്ത്രമായി സ്ഥലമെടുത്ത് വീട് വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ലേ? ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഞങ്ങൾക്ക് കഴിയും, പക്ഷേ ഞങ്ങളുടെ തുടക്കം മുതലുള്ള പ്രഖ്യാപനങ്ങൾ ശ്രദ്ധിക്കണം. ഈ 31-ാം തീയതി ഉച്ചക്ക് ഞങ്ങളൊരു ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ മുന്നിൽ നിന്നാണ് ഈ പ്രഖ്യാപനം. ആ ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിലവിളികളാണ്. അപ്പം ഇങ്ങനെ നിലവിളികൾ ഉയരുന്ന ഒരു ക്യാമ്പിൽ പെട്ടെന്ന് രക്ഷിതാവിനെ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ നിലവിളി, അമ്മയെ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ നിലവിളി, ഇങ്ങനെ ആകെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നുണ്ട്, സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി യോജിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്കറിയാം ഇത് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ആളുകൾക്ക് ഒരു ഔദാര്യമായി തോന്നേണ്ട കാര്യമല്ല. ഇതവർക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു അവകാശമായിട്ടാണ് തോന്നേണ്ടത്. ഞങ്ങൾ എല്ലാ കാലത്തും DYFI അങ്ങനെ ചെയ്തിട്ടുള്ളൂ. DYFI നേരത്തെ എസ് ശർമ്മയുടെ കാലത്ത് അന്ന് കരുണാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് പണം കൈമാറുന്ന ഏതൊരു ദുരന്തമുണ്ടായ ഘട്ടത്തിൽ DYFI യൂണിറ്റുകളിൽ നിന്ന് പണം സമാഹരിച്ച് കൈമാറുന്ന ഒരു ചിത്രം നമുക്കിപ്പോഴും കാണാൻ പറ്റും. ഇപ്പോൾ DYFIയുടെ നിലപാടതാണ്. കാരണം ആരുടെയെങ്കിലും ഔദാര്യത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കും ഒരു മുറിവേൽക്കാത്ത വിധത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാവണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു DYFI ഗ്രാമമൊക്കെ ഉണ്ടാക്കാം, ഒരു 100 വീട്, ഒരു ഗേറ്റൊക്കെ വെച്ച് DYFI അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാ കാലത്തും DYFI അങ്ങനെ അഭിപ്രായം പറഞ്ഞവരാണ്. ഗവൺമെൻറ്റും പറഞ്ഞത് അതിൻ്റെ മുന്നിൽ ഒരു ബോർഡ് വെക്കും, DYFI ഇത്ര വീട്, പ്രതിപക്ഷ സംഘടനകൾ തന്നാൽ അവരുടെ പേര് വെച്ച് അവർ ഇത്ര വീട്, KSTA കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇത്ര വീട്, അങ്ങനെ ഒരു പൊതു ബോർഡ് വെക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് അത്ര ആവശ്യമുള്ളൂ. അതാണല്ലോ എൻ്റെ ഒരു ശരി. നമ്മളൊരു കൂട്ടായ്മയിലാണല്ലോ ഇതെല്ലാം നേടിയെടുക്കുന്നത്. അന്ന് ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്ന ഞങ്ങളുടെ പ്രസ് മീറ്റ് ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇവിടെ അവൈലബിൾ ആണ്. DYFI സംഘടനാ പ്രവർത്തകരുടെ വലിയൊരു ഇടപെടലിലൂടെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതുപോലെ തന്നെ DYFI പ്രവർത്തകർ അവരുടെ അധ്വാനത്തിൻ്റെ വിഹിതവും അതുപോലെ തന്നെ DYFI പ്രവർത്തകരുടെ വീടുകളിൽ നിന്നും ഒക്കെ ആയിട്ടുള്ള ഒരു സമാഹരണവും ഒക്കെ ആയിട്ടാണ് നമ്മളിത് ആലോചിക്കുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് ഞങ്ങളിതിങ്ങനെ 25 വീട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്. പൂർണ്ണമായും കേരളത്തിൻ്റെ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളോട്, ഈ പുനരധിവാസ പാക്കേജുകളോട് ചേർന്ന് നിന്നുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിലാക്കുക. അല്ല, ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുമായി ചേർന്നാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുക. അപ്പോൾ 25 വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന് DYFI നേതൃത്വം കൊടുക്കും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണം വന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്ത സാഹചര്യത്തിൽ ആ പണം എത്രയാണ് എന്ന് പറയാനുള്ള, എത്രയാണെന്ന് കേൾക്കാനുള്ള അവകാശം കേരളത്തിലെ ജനതയ്ക്കുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, ഇത് ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ വയനാട്ടിൽ ഈ പുനർനിർമ്മാണ പദ്ധതിക്ക് DYFI ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു 10 രൂപയുടെ വിവരാവകാശം കൊടുത്താൽ നമുക്ക് ഏവർക്കും വിവരം കിട്ടുമല്ലോ. അത്രേ ഉള്ളൂ. അല്ലാതെ പ്രതിപക്ഷ നേതാവിന് ധൈര്യസമേതം ഒന്ന് ചോദിക്കാൻ പറ്റണ്ടേ? ഇങ്ങനെ ആക്ഷേപം വരുമ്പോൾ അദ്ദേഹം ചോദിക്കട്ടെ. കാരണം ഡയറക്റ്റ് ഒന്നും പറയാനുള്ള ഒരു ശേഷി കേരളത്തിലെ പ്രതിപക്ഷത്തിനില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ഒരു അന്തരീക്ഷം മോശമാക്കി അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക മാത്രമാണ് ഇവർ ചെയ്യുന്നത്. നുണകൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇതും. VK സനോജ്, V വസീഫ്, നന്ദി സഹകരിച്ചത്.